2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ ആയമാർ മുറിവേൽപ്പിച്ച സംഭവത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുകയാണോ? സുജയ്, ഇപ്പോഴും ശിശുക്ഷേമ സമിതിയുടെ പടിക്കെട്ടിൽ അരുൺ ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന പടിക്കെട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷൻ നേമൻ ഷജീറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടർന്നു. പോലീസ് എത്തി. ഇപ്പോൾ ഏതാണ്ട് 3ഓളം പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നുണ്ട്. പോലീസ് ബലം പ്രയോഗിച്ച ഈ പ്രതിഷേധിക്കുന്ന പടിക്കെട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഏതായാലും ഈ ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായ ഈ ദാരുണമായ സംഭവത്തിലുള്ള കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് ഇവിടെ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഒന്നൊന്നായി ബലം പ്രയോഗിച്ച് ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പടിക്കെട്ടിൽ അരുൺ ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന ആ പടിക്കെട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ശിശുക്ഷേമ സമിതിയുടെ ഇത് രജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രജിത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നത്. അല്പസമയം മുമ്പാണ് ഇവർ ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിതമായി എത്തി ഓഫീസിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത്. അങ്ങനെ ഇരച്ചു കയറിയ പ്രവർത്തകർക്കെതിരെയാണ് അവിടെ ജീവനക്കാർ തടഞ്ഞു. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് എത്തി ബലം പ്രയോഗിച്ച പ്രവർത്തകരെ കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷജീർ നേമം അടക്കമുള്ള ഏതാണ്ട് 9ഓളം വരുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചത്. ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിൽ ഇപ്പോൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകരെയാണ് ഇപ്പോൾ കസ്റ്റഡിയെടുത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പ് കൊടുന്നനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് ഓഫീസിലേക്ക് ഇരച്ച് കയറിയത്. അല്പസമയം മുമ്പ് ഈ 3 ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ അവരുടെ പ്രതിഷേധത്തിൽ ന്യായമുണ്ട്. കാരണം 2.5 വയസ്സുള്ള കുഞ്ഞിനെ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ കുഞ്ഞിനൊപ്പം അതിന്റെ സഹോദരനുമുണ്ട് എന്ന് കരുതാം. 2 കുഞ്ഞുങ്ങളെ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് ശിക്ഷകരായി മാറുന്ന സാഹചര്യം. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ വാതിലുകളൊക്കെ ബന്ധിക്കുകയാണോ കൂടുതൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ? അരുൺ ഗോപി അടക്കം അകത്തുണ്ടോ? തീർച്ചയായും ഒരു സംശയവുമില്ല. കാരണം ഈ ശിശുക്ഷേമ സമിതിയിൽ ഇങ്ങനെ കുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമം അത് കൃത്യസമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ സംഭവം എപ്പോൾ നടന്നു എന്നറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി. ആ 7 ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ തന്നെ കാരണം കൃത്യമായി ആരാണ് എപ്പോഴാണ് ഈ അതിക്രമം കുട്ടിക്ക് നേരെ ഈ ദാരുണമായ ഈ ക്രൂരമായ കൃത്യം നിർവഹിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 7 പേർക്കെതിരെ നടപടിയെടുത്ത് പിന്നീട് പോലീസിൽ പരാതി നൽകി ഈ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. കൃത്യസമയത്ത് കുട്ടിയിൽ പരിശോധനയും കൃത്യസമയത്ത് കുട്ടികളിൽ നിരീക്ഷണവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി തീർച്ചയായും ഇതിൽ ജീവനക്കാരെ നിയോഗിക്കുമ്പോൾ ഇനിയെങ്കിലും ശിശുക്ഷേമ സമിതി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. റോഷിപാൽ ഇപ്പോൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ഇങ്ങനെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിക്കുന്നു. ആ മുറിവേൽപ്പിച്ച കാര്യം മറച്ചുവെക്കാൻ അവിടെ ആ കുഞ്ഞിനെ പരിചരിക്കാൻ നിയോഗിക്കപ്പെട്ട ആയമാർ തന്നെ മുൻകൈ എടുക്കുന്നു. ഇവർക്ക് കൊടുക്കേണ്ടത് പരമാവധി ശിക്ഷ തന്നെയാണ്. ഇനിയൊരു കുഞ്ഞിനോടും ഇങ്ങനെ കാണിക്കാൻ അവർക്ക് തോന്നാത്ത ശിക്ഷ. പ്രതിഷേധം ഇരമ്പുകയാണ്. 2.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോടാണ് ക്രൂരത കാണിച്ചത്. പ്രതിഷേധിക്കേണ്ടേ?